നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധനും ചരിത്ര അധ്യാപകനുമായ PJ വിൻസെന്റ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിൻസെന്റ് മാഷെ. ഗുഡ് മോർണിംഗ്. മാഷെ, ഇപ്പം ഇന്നലെ വരെ ഇസ്രായേലിന്റെ ഭാഗത്തായിരുന്നു പ്രത്യാക്രമണം. നമ്മൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഇസ്രായേലും പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രത്യാക്രമണം അതുണ്ടായ സ്ഥലങ്ങളാണ് ടെല്ലവീവാണ് തന്ത്രപ്രധാനമായ നഗരം, അതോടൊപ്പം തന്നെ ജെറുസലേം, അതായത് വ്യോമ പ്രതിരോധ സംവിധാനം ആരോയും അയൺ ഡോം ഒക്കെ മറികടന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ. തീർച്ചയായിട്ടും ഈ സമ്പൂർണമായ ഒരു സംരക്ഷണം ഒരുക്കാൻ അയൺ ഡോം സംവിധാനത്തിനോ താഡ് സംവിധാനത്തിനോ കഴിയില്ല എന്ന് ഇതിനകം തന്നെ തെളിയിച്ചതാണ്. ഇപ്പം 2024 ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ കോൺസുലേറ്റ് ഇസ്രായേൽ തകർക്കുകയുണ്ടായി. അതിന് പ്രതികാരമായിട്ട് ഏപ്രിൽ 19 അവര് 300ഓളം മിസൈലുകൾ അയക്കുകയുണ്ടായി ഇറാൻ. അതിൽ പലതും ഇസ്രായേൽ പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ സമ്പൂർണമായ ഒരു പ്രതിരോധമൊന്നും സാധ്യമല്ല. ഇറാന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ സംവിധാനമുണ്ട്. ഇപ്പം ഫലസ്തീനിയൻ ഗറിലുകൾ, അവിടുത്തെ ഹമാസോ അല്ലെങ്കിൽ ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, അൽ ഫത്ത, ഇവരൊക്കെ അയക്കുന്ന മിസൈലുകൾ വളരെ ക്രൂഡായിട്ടുള്ളതാണ്. പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോക്കറ്റ് സിസ്റ്റവും മിസൈൽ സംവിധാനവും ഒക്കെ ഇറാനുണ്ട്. അപ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയും, ആക്രമിക്കാനും ഉള്ള ശേഷിയുണ്ട്. പക്ഷേ അമേരിക്ക, ഇസ്രായേൽ എന്നീ രണ്ട് ശക്തികൾ ഒത്തുചേരുമ്പോൾ അവയെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇറാൻ ഇല്ല എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പം ആ യുദ്ധം ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക തലത്തിലും സൈനിക തലത്തിലും സമ്പൂർണമായ ഉപരോധത്തിലേക്ക് പോകും. അതുപോലെ യുദ്ധം പ്രധാനമായിട്ടും വ്യോമസേന കേന്ദ്രീകരിച്ചായിരിക്കും യുദ്ധം നടത്തുക. മാത്രമല്ല പെർഷ്യൻ ഗൾഫിലെ ദോഹയിൽ, ഖത്തറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ താവളമുണ്ട്, സൈനിക താവളമുണ്ട്. അതൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അമേരിക്ക ഇസ്രായേൽ സഖ്യം ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അതേസമയം അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് ഒരു റഷീം ചേഞ്ച് ആണ് എന്ന് തന്നെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ കാണേണ്ട വരും. ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഒരു ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കുകയും ഇറാനിൽ റിഫോമിന് വേണ്ടി വാദിക്കുന്ന ഗ്രൂപ്പാണത്. സർവകലാശാല വിദ്യാർത്ഥികൾ, അധ്യാപകർ ഒക്കെ ചേർന്നിട്ടുള്ള, ഇന്റലക്ച്വൽസ് ഒക്കെ ചേർന്നിട്ടുള്ള വലിയൊരു ഗ്രൂപ്പിംഗ് ആണ്. പല സന്ദർഭങ്ങളിലും അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. നാളെ ഒമാനിൽ ഇറാൻ അമേരിക്ക ആണവ കരാറിന്റെ 6ാം റൗണ്ട് ചർച്ച നടക്കാൻ പോവുകയാണ്. ഇന്നലെ ഈ ആക്രമണത്തിന് പിന്നാലെ ചർച്ചകളൊക്കെ ഇനി നടക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണ് എന്ന് അറിയിക്കുകയാണ്. അല്ല, ചർച്ച യഥാർത്ഥത്തിൽ ഫലപ്രദമല്ല. കാരണം അതൊരു ഉഭയകക്ഷി ചർച്ച എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും ഒരു തുല്യതയുടെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടുന്ന കൈമാറ്റമാണ്. അതാണ് അതിൽ നീതി. ഇവിടെ കഴിഞ്ഞ മാസം 13, 16 ദിനങ്ങളിൽ ത്രിരാഷ്ട്ര സന്ദർശനം നടത്തിയ വേളയിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി വിറ്റ്കോഫ്, അദ്ദേഹമാണ് ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള കളമൊരുക്കിയത്. പക്ഷെ അതിന്റെ ഒരു സ്വഭാവം പൂർണ്ണമായിട്ടും ആണവ പദ്ധതി ഇറാൻ ഉപേക്ഷിക്കണം, ഉപരോധത്തിൽ ഇളവ് വരുത്തുമോ എന്ന് പറയാൻ സാധിക്കില്ല, ഇതല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല, ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും, ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് യാതൊരുവിധ സാധ്യതയുമില്ലല്ലോ. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും ആ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏകപക്ഷീയമായി ഇസ്രായേൽ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഈ ചർച്ചയുടെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വെച്ചത്. അതാണ് ഈ 5 റൗണ്ട് ചർച്ചകളും ഫലം കാണാതെ പോയതിന്റെ ഒരു സാഹചര്യവും ഇതാണ്. അതോടൊപ്പമാണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രമേയം, അവരുടെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് ബോർഡ് ഓഫ് ഗവർണേഴ്സ് 19 വോട്ട് കിട്ടി. അവര് 3 രാജ്യങ്ങൾ മാത്രമാണ് അതിനെ എതിർത്തത്. അവര് അത് പാസ്സാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവര് ഒരു ലെജിറ്റിമസി, ഒരു ആക്രമണത്തിന് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും സാധിച്ചു. അതുകൊണ്ടാണ്
ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരായി ശക്തമായി ഫ്രാൻസും ബ്രിട്ടനും വാദിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേലിന് ഡിഫൻഡ് അവകാശമുണ്ട് എന്ന നിലയിൽ മയപ്പെടുത്തിയ പ്രസ്താവനയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന് നെടുനായത്വം വഹിക്കുന്ന ഫ്രാൻസും ജർമ്മനിയും അതുപോലെ യൂറോപ്പിലെ ശക്തമായ രാജ്യമായ ബ്രിട്ടനും, ഈ 3 രാജ്യങ്ങളും ഇസ്രായേലിനെതിരായി ഗസ വംശഹത്യക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഇതിനെ മയപ്പെടുത്താൻ കൂടി ഇസ്രായേലിന്റെ അക്രമത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ എന്തായാലും ഒരു യുദ്ധഭീതിയിലേക്ക് അല്ലെങ്കിൽ ആ യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പൊ ഇന്ത്യയുടെ നിലപാട് കൂടിയുണ്ട്. കുറെ അധികം ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ, ഇന്ത്യക്കാരൊക്കെ. അതൊരു ഭാഗത്തുണ്ട്, പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടങ്ങളുണ്ട്. അതിനപ്പുറം ഇന്നലെ ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരുമ്പോൾ ലോകരാജ്യങ്ങൾ ഏതൊക്കെ ലോകരാജ്യങ്ങളെ ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ രണ്ടാമതായി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഇന്ത്യക്ക് ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതിലെ ഇസ്രായേലുമായിട്ട് സമീപകാലത്ത് സഖ്യസമാനമായ തന്ത്രപരമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയും ഇസ്രായേലും ചേർന്നിട്ട് ബാരക്ക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അദാനി കമ്പനിയുമായിട്ടും ടാറ്റയുമായിട്ടും ഒക്കെ സംയുക്ത ആയുധ നിർമ്മാണ സംരംഭങ്ങൾ ഇന്ത്യയും ഇസ്രായേലും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം സഹായം കിട്ടുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. അപ്പം ഒരു ആന്റി ടെററിസം കോalition എന്ന നിലയിൽ വളരെ അടുത്ത ബന്ധം ഇസ്രായേലുമായിട്ടുണ്ട്. അതേസമയം ഇറാനുമായിട്ട് ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്കും പോകാത്ത ഒരു സമീപനവും കൂടി ഇന്ത്യൻ നയതന്ത്രത്തിൽ ഉണ്ട്. അവിടെ നമ്മൾ ചബഹാർ തുറമുഖം 10 വർഷത്തേക്ക് അത് ഡെവലപ്പ് ചെയ്യാനുള്ള കരാറുകൾ പുതുക്കിയിട്ടുണ്ട്. ചബഹാറിലൂടെയാണ് പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സൈനിക ശക്തിയിലും സാങ്കേതിക മികവിലും ഒക്കെ പശ്ചിമേഷ്യയിലെ 1ാം നിര രാജ്യങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഈ ഒരു യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, സംഘർഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോവുക? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. ഇറാന് വളരെ ഉയർന്ന സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം ഇസ്രായേൽ ഈ സംഘർഷത്തിൽ യഥാർത്ഥത്തിൽ നേരിട്ട് 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഇസ്രായേൽ സൈന്യവും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാനെ ശക്തമായി തിരിച്ചടിക്കാൻ സാധിക്കും. ഇപ്പൊ ഇത് ഒരു ടെക്നോ വാറാണ് നടക്കുന്നത്. കാരണം വ്യോമ സേനയുടെ ആക്രമണമാണ്. അതിൽ ഒരു കാര്യമായ ശേഷി ഇറാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഇറാന് അതിന്റെ പ്രോക്സികളെ ഉപയോഗിച്ച് ആ മേഖലയിലെ നിരന്തരമായ സംഘർഷത്തിൽ നടത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും അമേരിക്കയുടെ കച്ചവട വ്യവസായ താല്പര്യമുള്ള കേന്ദ്രങ്ങളെയും നിരന്തരമായി ആക്രമിക്കാൻ ഇറാന് സാധിക്കും. അതുപോലെ ഇറാന്റെ പ്രോക്സിയായ ഹൂത്തികൾ ചെങ്കടൽ മേഖലയിലുള്ള കപ്പൽ ഗതാഗതത്തെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ അതിപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ PJ വിൻസെന്റ്, രാവിലെ ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി.